സോ ഹേ, ഇന്ന് എൻ്റെ ജന്മനാളാണ്. അതാണ് ഞാൻ നേരത്തെ എണീച്ചു. ഇപ്പോൾ രാവിലെ 6:30 ആവാറായി. സോ ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുക. നല്ല മഴയുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എണീച്ചു, വിളക്ക് കത്തിച്ചു. പിന്നെ ഞാൻ സാധാരണ തല വിളിക്കാറില്ല സ്കൂളിൽ പോകുമ്പോൾ, മേലെ എഴുതാറേ ഉള്ളൂ. സോ ഇന്ന് ഞാൻ തല വിളിച്ചു ബിക്കോസ് അപ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോകണം. ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചത്, എൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോവും, ഒരു 15 മിനിറ്റ്സിന് ശേഷം പോകും. അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ടാണ് പോകുന്നത് ബിക്കോസ് സ്കൂളിൽ എനിക്ക് നേരെ പോകണം 7:30 ആകുമ്പോൾ. സോ ഞാനിപ്പോൾ എങ്ങനെ തല കെട്ടണം എന്നുള്ള കൺഫ്യൂഷനാണ് ബിക്കോസ് എൻ്റെ ഹെയർ നനഞ്ഞിരിക്കുക. സോ എനിക്ക് പിന്നി കെട്ടാൻ പറ്റത്തില്ല, താരൻ വരും. ഓക്കെ, സോ ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വന്നു. ഹായ്. അപ്പോൾ ഹായ്, ഞാനിപ്പോൾ എൻ്റെ ട്വിൻ ബേബീസിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. നമ്മൾ മുട്ടായി വാങ്ങിച്ചു. ഞാൻ ആൽപ്പലീബ വാങ്ങിച്ചു, മെലഡി, കച്ച മാങ്ങോ, പിന്നെ എക്ലേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞാൻ നാളെ 3 കൊണ്ടുപോകാം. 5 വാങ്ങി 3 കൊണ്ടുപോകാം. 2 വച്ചേക്കുക, അല്ലെങ്കിൽ 1 കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഹോംവർക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പഠിക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി പഠിക്കാം. എല്ലാവരും എൻ്റെ അടുത്ത് കിടന്ന് ഫോട്ടോ അയക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും അയച്ചുകൊണ്ടിരിക്കുക സ്റ്റോറി സ്റ്റാറ്റസ്, അതൊക്കെ സ്നാപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ആ ഡ്രസ്സ് വാങ്ങിച്ചത്. ലൈക്ക് ഞാനൊരു നീല കളർ ഡ്രസ്സായിരുന്നു പ്ലാൻ ചെയ്ത് ഇടാൻ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കൊണ്ടുപോയതായിരുന്നു. ബട്ട് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഞാൻ മറ്റേ ഡ്രസ്സ് ഇടാന്ന് വിചാരിക്കുന്നത്. അത് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. സോ ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. ലൈക്ക് ഞാൻ നേരത്തെ ഒട്ടും എക്സൈറ്റഡ് അല്ലായിരുന്നു. ഇപ്പം ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. സോ ഐ വിൽ സീ യു. ഇപ്പോൾ 11:30 ആയി, മീനിങ് ഹാഫ് ആൻ അവർ ഫോർ മൈ ബർത്ത്ഡേ. സോ ഞാൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുക, എല്ലാവരും വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. സോ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹലോ, ഹലോ. This is what I'll be wearing. അപ്പോൾ ഹലോ, ഇപ്പം ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. തിരിച്ച് ഞാൻ ഒരു കോലം കെട്ടിരിക്കുക. പക്ഷെ ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. എനിക്ക് ഇപ്പോൾ കുറേ ഗിഫ്റ്റ്സ് കിട്ടി, ഫ്രണ്ട്സിൽ നിന്ന് ലെറ്റേഴ്സൊക്കെ കിട്ടി. സോ ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. പിന്നെ ഇനി ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വൈകുന്നേരം അതായിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത്. സോ ഓണസ് ഇന്നൊരു കോലം ഞാൻ 4 മുട്ടായി 4 പാക്കറ്റ് മുട്ടായി കൊണ്ടുപോയി. 4 തീർന്നു. ഞാൻ കോറിഡോർ പോകുമ്പോൾ എല്ലാവരും വന്നിട്ട് സൗപർണി കത്ത ക്ലാസ്സിൽ ഓരോണ്ണം കിടന്നിട്ട് 3-4 താ. ഞാൻ ഓരോ മുട്ടായിക്ക് അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞു, 2 അപ്പോൾ ഐ തിങ്ക് ഒരു 6 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ കുറേ മുട്ടായി ഞാൻ കൊടുത്തു. പിന്നെ കുറേ പേർക്ക് കിട്ടാതെ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ ആൽപ്പലീബ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് നല്ലതായി, ബിക്കോസ് നാളെ ഞാൻ അത് കൊണ്ടുപോവാം. സോ നാളെ ഞാൻ അവർക്ക് കൊടുക്കാം. പിന്നെ ഞാൻ ഗിഫ്റ്റ്സ് കാണിച്ചിട്ട് എനിക്ക് ജന്മനാളിന് കിട്ടിയതും ഇന്ന് കിട്ടിയതും ഒക്കെ ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കും. കിട്ടുന്നെങ്കിൽ ഞാൻ അതും കൂടെ കാണിക്കാം.
ഹായ്, ഇപ്പോൾ രാത്രി 11 മണി, മീനിങ് 1 more hour ഫോർ മൈ ബർത്ത്ഡേ ടു എൻഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടും ഞാൻ കേക്ക് മുറിച്ചിട്ട് ഞാൻ നെയ്ബേഴ്സിന് കൊടുത്തു. ഞാൻ ഇപ്പോൾ ഒരു കോലത്തിരിക്കും. ബട്ട് ഓക്കെ, ഞാൻ നെയ്ബേഴ്സിന് കൊടുത്തു ആൻഡ് കുറേ വിഷസ് ഇനി കുറേ വന്നുകൊണ്ടിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ഹു വിഷ് മീ ആൻഡ് മെയ്ഡ് മൈ ബർത്ത്ഡേ സ്പെഷ്യൽ, ആൻഡ് ടു ഓൾ മൈ ഫ്രണ്ട്സ് who gave me gifts and made me so happy. Like I'm very, very, very grateful. 13, my like in the 13th year was actually a very like important year of my life. Like in there's a lot more to come in life, but 13 has taught me a lot, even though it's a very young age. So I think 14 is also going to teach me a lot more. So I'm waiting to see what all will happen. So I am excited to see how ഇനി അടുത്ത 365 days എങ്ങനെ പോകും നോക്കാം. സോ താങ്ക് യു ഓൾ സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. സോ ടാറ്റാ.